കേനോസിന്റെ മാപ്ര മാർക്കറ്റിലേക്ക് സ്വാഗതം. CPM സംസ്ഥാന കമ്മിറ്റിയിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് രൂക്ഷ വിമർശനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഗോവിന്ദൻ നടത്തിയ RSS സഹകരണ പരാമർശം തോൽവിയുടെ ആക്കം കൂട്ടിയെന്നും പരാമർശത്തിലുണ്ട്. നിലമ്പൂരിനപ്പുറം പാർട്ടിയെ എല്ലാ കാലത്തും ഇത് വേട്ടയാടാമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. നിലമ്പൂരിലെ തോൽവിയുടെ കാരണം ശരിയായി വിലയിരുത്തിയില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. LDF അനുഭാവമുള്ള വോട്ടുകൾ M സ്വരാജിലേക്ക് എത്തിക്കുന്നതിൽ പാർട്ടിക്ക് സംഘടനാപരമായ വീഴ്ചയുണ്ടായെന്നും കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നത്രേ. ഒന്നും പേടിക്കേണ്ട, ഇക്കാര്യത്തിൽ CPM നേതൃത്വം ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. ആ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ചർച്ചയാകാനേ കോൺഗ്രസ് നേതൃത്വം സമ്മതിക്കില്ലെന്നേ. പിന്നെന്താ, സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തന്നെ 4 തട്ടിലാണ്. അടുത്ത ഇലക്ഷൻ അടുത്തടുത്ത് വരുമ്പോഴേക്കും അവര് തമ്മിലുള്ള തല്ല് രൂക്ഷമായിക്കോളും. സതീശൻ ക്യാപ്റ്റൻ എന്ന് ഒരാൾ, എന്നെ ഇതുവരെ ആരും ക്യാപ്റ്റൻ ആക്കിയില്ലല്ലോ എന്ന് ചെന്നിത്തല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാർക്ക് മത്സരിക്കാമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മോഡി നല്ലവർക്ക് നല്ലവനെന്ന് തരൂർ. പിന്നെ മുരളിയേട്ടൻ, മുല്ലപ്പള്ളി, സുധീരൻ, ഉണ്ണിത്താൻ, K സുധാകരൻ, കൊടിക്കുന്നിൽ, അങ്ങനെ എത്ര എണ്ണമാ. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന് ഭരണം കിട്ടുമെന്ന് കണ്ടാൽ കോണവും മുറുക്കിയെടുത്ത് പന്തവും കൊളുത്തി അങ്കത്തട്ടിലേക്ക് ചാടിക്കയറി മലർന്നു കിടന്ന് തുപ്പാൻ തയ്യാറായി നിൽക്കുന്നതെന്ന് കണ്ടോ? CPM ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനിയും ഒരു 3ാം ഇടത് ഭരണത്തിനു വേണ്ടി കണ്ണൂർ ലോബി ജയരാജന്മാര്, പിന്നെ തെക്കന്മാര്, ഒലക്കയ്ക്ക് ചുറ്റിട്ട മാതിരി 2 തലക്കിലും G ഉള്ള കവിത ജ്വരമായി മാറിയ G സുധാകരൻ G, അങ്ങനെയുള്ള നാളെ പൊളിറ്റ് ബ്യൂറോകൾ ആകാനിരിക്കുന്നവന്മാരൊക്കെ സഹായിക്കുന്നതിനേക്കാൾ എത്രയോ അധികമായി കോൺഗ്രസിന്റെ ഭാവിയിലെ ഹൈക്കമാൻഡന്മാരായ മേൽ പേര് പറഞ്ഞവരും പറയാത്തവരുമായ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉള്ളിൽ കൂടി പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് തന്നോളുന്നേ. നിങ്ങൾ സമാധാൻ കരോ. കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗിക പരിപാടികളിൽ വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം അങ്ങനെ മറ്റൊരു ഇഷ്യൂ കിട്ടുന്നത് വരെ നീണ്ടുപോകട്ടെ. ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി നൽകിയ കത്തിന് ഭാരതാംബ എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ലെന്ന് ഗവർണർ മറുപടി കത്തിൽ ചൂണ്ടിക്കാട്ടി. മുഖ്യൻ അങ്ങോട്ടൊരു കത്ത്, ഗവർണർ ഇങ്ങോട്ടൊരു കത്ത്, രണ്ടാളും തമ്മിൽ പരസ്പരം ഓരോ കുത്ത്. ഈ തർക്കം തീർക്കരുത്. LDFന് ക്ഷീണം വരുന്നതോ UDFന് ഗുണമുണ്ടായേക്കാവുന്നതോ ആയ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പിന്നെ ഓർക്കുന്നില്ലേ നിങ്ങൾ, പണ്ട് പഴയ ഗവർണറും ഇതുപോലെ ഇടത് സർക്കാരിനെതിരെ ഇടയ്ക്കിടയ്ക്ക് ഉടക്കിട്ട് ചാടി വീഴുമായിരുന്നല്ലോ. അതോടെ ഗവർണർക്കെതിരെ പൊടുന്നനെ CPM ഉറഞ്ഞുതുള്ളു. പിന്നെ SFIയുടെയും DYFIയുടെയും വഴിതടച്ചിലായി, അടിയായി, വെടിയായി, പടയായി, ജഗ പുക. അവസാനം വേറൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇരു കൂട്ടരും അതിലേക്ക് കളം മാറ്റി ചവിട്ടും. ഇതൊക്കെ ഒരു പതിവ് കലാപരിപാടിയായിരുന്നല്ലോ അന്നും. ഇപ്പോൾ 6 ലേക്കർ വന്നു. നല്ല രീതിയിൽ പരസ്പരം സൽക്കരിച്ചും കോഴിക്കാല് തിന്നും കോഴിക്കാല് തീറ്റിച്ചും സമാധാനത്തിൽ പോവുകയായിരുന്നു സർക്കാരും രാജ്ഭവനും. അപ്പോഴാണ് LDFനെതിരായ നിലമ്പൂർ ഫലപ്രഖ്യാപനം വരുന്നത്. ഇനി ഒന്നും നോക്കാനില്ല, പഴയ മോഡലിൽ ഗവർണറും സർക്കാരും തമ്മിൽ തല്ലിക്കോളാൻ തീരുമാനം അങ്ങ് മേലേന്നുണ്ടായി. കാവിക്കൊടി പിടിച്ച ഭാരതാംബയെ ഇതിലേറെ വേറെന്തു വേണം? പിന്നെ അമാന്തിച്ചില്ല. KSUക്കാരും MSFകാരും ഒക്കെ അതേൽ കയറി ചാടിപ്പിടിക്കുന്നതിന് മുന്നേ ABVPയും DYFIയും ഒരു തുടങ്ങിക്കഴിഞ്ഞു. ഇതാ ഇപ്പോ ഭാരതാംബ വിവാദത്തിന് ശേഷം ആദ്യമായി വീണ്ടും വേദി പങ്കിട്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കറും കൃഷിമന്ത്രി P പ്രസാദും. ഞാൻ പറഞ്ഞില്ലേ, വഴക്ക് തൽക്കാലത്തേക്ക് ഇന്ന് തീർന്നു എന്നർത്ഥം. കാർഷിക സർവകലാശാലയുടെ തൃശൂരിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ വെച്ച് ഗവർണർ P പ്രസാദിനെ പ്രശംസിക്കുകയും ചെയ്തത്രേ. അത് തിരിച്ചും നടന്നു. വേദിയിൽ ഭാരതാംബ ചിത്രം വെച്ചിരുന്നേ ഇല്ലത്രേ. സന്തോഷമായി അമ്മാവ, സന്തോഷമായി.
ഇനി ഈ കാര്യത്തിൽ മാപ്പറയ്ക്ക് കൂടുതലൊന്നും പറയാനില്ല. ലഹരി ഉപയോഗം തടയാൻ അധ്യാപകർക്ക് കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടികളുടെ അന്തസ്സിന് ക്ഷതമേൽക്കുന്ന ബാഗ് പരിശോധന നേരത്തെ ബാലാവകാശ കമ്മീഷൻ തടഞ്ഞതായിരുന്നു. എന്നാൽ ലഹരി ഉപയോഗിക്കുന്നുവെന്ന് തോന്നിയാൽ വിദ്യാർത്ഥികളുടെ ബാഗുകൾ അധ്യാപകർക്ക് പരിശോധിക്കാമെന്നും ഇതിൽ നടപടി ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നോ ടു ഡ്രഗ്സ് 5ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു CPM MLA മകനെ കഞ്ചാവ് സഹിതം പിടിച്ച പോലീസുകാരുടെ ഗതി ഇപ്പോ എന്തായി എന്നാവോ? കേസ് എന്തേലും ആകട്ടെ, ആ പാവങ്ങളുടെ പണി സ്വാഹ എന്നാണ് അറിവ്. മാഷേ, ബാഗ് തപ്പുന്നതൊക്കെ കൊള്ളാം, നല്ല തന്നെ. പക്ഷെ മാഷക്ക് അല്ലേ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല, നോക്കിയും കണ്ടുമൊക്കെ തപ്പിക്കോ മാഷേ. ശശി തരൂർ കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളിയെ സ്തുതിക്കുന്നത് അരോചകമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് ദിവസം തരൂർ നടത്തിയ പ്രസ്താവന ദൗർഭാഗ്യകരമെന്നും നടപടി വേണമോ വേണ്ടയോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നും മുരളീധരൻ പറഞ്ഞു. പ്രചരണത്തിന് ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നും വർക്കിംഗ് കമ്മിറ്റി അംഗം രാഷ്ട്രീയ എതിരാളിയെ സ്തുതിക്കുന്നത് അരോചകമാണെന്നുമാണ് മുരളീധരൻ വ്യക്തമാക്കിയത്. അവനോനാഗതി വന്നാലേ മനസ്സിലാകൂ മുരളിയേട്ടാ. സംസ്ഥാനത്ത് മന്ത്രവാദവും ആഭിചാര പ്രവൃത്തികളും സർക്കാർ അംഗീകരിച്ച് നൽകുകയാണോ എന്ന് ഹൈക്കോടതി. മന്ത്രവാദവും ആഭിചാര പ്രവൃത്തികളും നിരോധിക്കാനുള്ള നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതായി സർക്കാർ അറിയിച്ചതിനെ തുടർന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഈ പ്രതികരണം. ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതായി സർക്കാർ അറിയിക്കുന്നത്. അത് ഏതായാലും നന്നായി. കോൺഗ്രസുകാര് പരസ്പരം കൂടോത്രം ചെയ്ത് തമ്മിത്തല്ലി തീർത്തോളുമെന്ന് കരുതിയല്ലേ ഇപ്പോൾ നിങ്ങൾ ഈ ആഭിചാര പ്രവൃത്തികളും ദുർമന്ത്രവാദവും കൂടോത്രവും ഒക്കെ നിരോധിക്കാനുള്ള ഒരവസരം കിട്ടിയപ്പോൾ അതിൽ നിന്ന് പിന്മാറിക്കളഞ്ഞത്? KPCC പ്രസിഡന്റ് നമ്മുടെ മുടിചൂടാ മന്നനായിരുന്ന K സുധാകരനെ 6 മാസം മുന്നേ കൂടോത്രം ചെയ്ത് അത് കുഴിച്ചിട്ട് കോൺഗ്രസുകാരിപ്പം ഒരരി കാക്കിയത് കണ്ടത് കൊണ്ടല്ലേ ഇന്നലെ വരെ മന്ത്രവാദത്തിനെതിരുണ്ടായിരുന്ന നിങ്ങൾ ഇപ്പൊ വാലുവരിയത്? അപ്പൊ പിന്നെ കൂടോത്രവും മന്ത്രവാദവും അങ്ങട്ട് തുടർന്നോട്ടെ അല്ലേ? സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിന്ന് ADGP MR അജിത് കുമാറും സുരേഷ് രാജ് പുരോഹിതും മനോജ് എബ്രാഹാമും പുറത്ത്. അപ്പൊ ഇനി നമ്മുടെ അജിത് കുമാർ സാറ് DGP ആകില്ല, ഉറപ്പായി. തൃശൂർ പൂരം ആരാണ് കലക്കിയതെന്ന ആ വലിയ സംശയത്തിനും ചോദ്യത്തിനും ഒന്നും ഇനി പ്രസക്തി ഇല്ല. തൃശൂർ പൂരം കലക്കലിൽ MR അജിത് കുമാറിനെതിരായി DGP സർക്കാരിന് കൈമാറിയ റിപ്പോർട്ടിൽ അജിത് കുമാറിന്റെ ഭാഗത്തുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നാണ് കണ്ടെത്തൽ. അജിത് കുമാറിന് ഔദ്യോഗിക വീഴ്ച സംഭവിച്ചുവെന്നും അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. നമ്മുടെ തൃശൂർ പൂരത്തിന്റെ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ശേഷം സ്ഥലത്തുണ്ടായിട്ടും ഒരു മന്ത്രി വിളിച്ചിട്ട് പോലും MR അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മൂപ്പരെ ADGP ആക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി പരമാവധി പരിശ്രമിച്ചാണ് പരാജയം ഏറ്റുവാങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് UDF എന്നെങ്കിലും അധികാരത്തിൽ വരികയാണെങ്കിൽ അന്ന് കേരള സർവകലാശാലയിൽ പഠിപ്പിക്കാവുന്ന ഒരു വിഷയം തന്നെയാണത്. കാരണം പല പുതിയ പുതിയ പാഠങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പണ്ടേ കേന്ദ്രവും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനവും. മാത്രമല്ല ADGPക്കെതിരായി പൂരം കലക്കൽ, സ്വർണം പൊട്ടിക്കൽ, അനധികൃത സ്വത്ത് സമ്പാദനം എന്നിങ്ങനെ അൻവർ ഓരോന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയ അന്നു മുതൽ അയാളെ ന്യായീകരിക്കാനും അൻവറിനെ വെട്ടാനും പിണറായി സമയം മുഴുവൻ മാറ്റിവെച്ചു. എന്നാൽ ഇനി ഈ പിണറായി വിജയൻ അജിത് കുമാറിനെ DGP ആക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അതാക്കിയിട്ടേ അടങ്ങൂ. നീ ആരെയാടാ പേടിപ്പിക്കാൻ നോക്കുന്നേ? ഈ പിണറായി വിജയനെയോ? എന്ന ഭാവത്തിൽ പഠിച്ച പണി 18ഉം വിജയൻ പയറ്റി. എന്തു വന്നാലും അജിത് കുമാറിനെ DGP ആക്കുമെന്ന വാശിയിലായിരുന്നല്ലോ മൂപ്പര്. പക്ഷെ എല്ലാം പൊട്ടി. എന്നാൽ എന്താ, താൻ പരമാവധി കളിച്ചു നോക്കിയെന്ന് ADGP അജിത് കുമാറിനെ ബോധ്യപ്പെടുത്താൻ മുഖ്യന് സാധിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ താനും കുടുംബവും ഒക്കെയായി ബന്ധപ്പെട്ട് അജിത് കുമാറിന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് എന്ന് ഭൂമി മലയാളം മുഴുവൻ അറിയുന്ന ആ രഹസ്യങ്ങളുടെ ഭാണ്ഡക്കട്ടഴിച്ച് ഇനി ഒരു കാരണവശാലും തനിക്കെതിരെ തിരിയില്ലെന്ന് മുഖ്യനിപ്പോൾ ഉറപ്പായി. അത് മതി. പറഞ്ഞു വന്നത്, ഈ വിഷയത്തിൽ അൻവറിനും ഒരു ഡോക്ടറേറ്റ് വേണമെങ്കിൽ പറ്റും കേട്ടോ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF വിജയം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടേതാണെന്ന് BJP. കേരള ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച അനാവശ്യ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നത് എന്നതാണ് തുടക്കം മുതലുള്ള BJPയുടെ നിലപാട്. ഇരു മുന്നണികളുടെയും മുസ്ലിം പ്രീണനവും നിലമ്പൂരിലെ വികസന മുരടിപ്പും ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ സാധിച്ചുവെന്നും BJP. അതെ, അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായി വന്നൊരു ഉപതെരഞ്ഞെടുപ്പിൽ വെറുതെ കാശ് ചെലവാക്കി അനാവശ്യമായി അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കൊണ്ട് യാതൊരു ഗുണവുമില്ലാത്തതിനാൽ വേണ്ടാന്ന് കരുതിയിരിക്കുമ്പോഴാണ് 3 പുതിയ വൻ വികസന പദ്ധതികൾ നിലമ്പൂരിൽ നടപ്പിലാക്കാൻ പറ്റുമെന്ന് പാർട്ടി കണ്ടെത്തുന്നതും എങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ട് പിടിച്ച് എന്ത് വാഗ്ദാനവും കൊടുത്ത് മത്സരിപ്പിക്കാൻ തീരുമാനമായതും. അങ്ങനെയാണ് തലേന്ന് UDFന്റെ ഒരു ഘടകകക്ഷിയായ നമ്മുടെ ജില്ലയിൽ തന്നെ ആകെ 10-13 പേരുള്ള ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിന്റെ എടക്കരയിൽ നടന്ന ഒരു കൺവെൻഷൻ കഴിഞ്ഞിറങ്ങി വരുന്ന മോഹൻ ജോർജ് സാറിനെ BJP ഓടിച്ചിട്ട് പിടിച്ച് തോറ്റ ഗവർണറാക്കാമെന്ന വാഗ്ദാനവും നൽകി സ്ഥാനാർത്ഥിയാക്കുന്നത്. പിന്നെ 8-10 ദിവസം കൊണ്ട് ഇടതു വലതു മുന്നണികളുടെ മുസ്ലിം പ്രീണനവും നിലമ്പൂരിലെ വികസന മുരടിപ്പും ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാനൊക്കെ സാധിച്ചെങ്കിലും നിലമ്പൂരിലെ തീവ്രവാദികളായ വോട്ടർമാർക്ക് BJP നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ ഒന്നും വേണ്ടെന്നും അവർക്ക് ആ പഴയ മുരടിപ്പ് മതിയെന്നും തീരുമാനിക്കുകയായിരുന്നു അത്രേ. എന്തല്ലേ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ പ്രതികരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്, ജമാഅത്തെ ഇസ്ലാമി എന്ന അപ്പം UDFന് ഇന്നും അതിരിക്കും, നാളെ കഴിച്ചിരിക്കും തീർച്ച എന്ന തലക്കെട്ടോടെ UDFന്റെ വിജയം വർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണെന്ന CPM നേതാക്കളുടെ വിമർശനം ആവർത്തിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് UDFനെ വിമർശിച്ചുകൊണ്ട് കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള റിയാസിന്റെ ഈ പ്രതികരണം. ഇക്കാര്യത്തിൽ ഞാൻ മരുമോൻ റിയാസ് കാക്കുവിന്റെ കൂടെയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന അപ്പം UDFന് ഇന്നും അതിരിക്കും, നാളെ കഴിച്ചിരിക്കുമെന്ന് മൂപ്പര് പറയുന്നത് അനുഭവത്തിൽ നിന്നാവും. കുറെ കാലം ഒപ്പം ഉണ്ടായിരുന്നതാണല്ലോ, ഇപ്പൊ നല്ലോണം കഴിച്ചിട്ടുണ്ടാവും. UDFന് ഉപദേശം കൊടുക്കാൻ വൈകിയെങ്കിലും അനുഭവത്തിന്റെ വെള്ളി വെളിച്ചത്തിലാകുമ്പോ അതിന് യോഗ്യം തന്നെയാണ് നമ്മുടെ പുന്നാര മരുമോൻ റിയാസേ. നന്ദിയുണ്ടേ. പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധിയെന്നും സർക്കാരിന്റെ വിലയിരുത്തലാണെന്നും PV അൻവർ. പിണറായി വിജയൻ വർഗീയമായി വോട്ട് പിടിക്കാൻ നോക്കിയെന്നും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം നഷ്ടമായെന്നും അൻവർ പറഞ്ഞു. ഇനിയെങ്കിലും UDF എല്ലാവരെയും കൂടെ കൂട്ടണമെന്നും കൃത്യമായ ധാരണയോടെ ഒരുമിക്കണമെന്നും മലയോര മേഖലയുടെയും കടലോര ജനതയുടെയും സംരക്ഷണം UDF ഏറ്റെടുക്കണമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. സംഗതി ശരിയാ അമ്പറേ. അന്റെ ആ വിടുവായാണ് സത്യത്തിൽ നമ്മുടെ DCC പ്രസിഡന്റ് ജോയിക്ക് നിലമ്പൂർ സീറ്റ് നഷ്ടമാക്കിയത്. അന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാവോ? ജോയിയും ബാപ്പുട്ടിയും തമ്മിൽ സീറ്റിനു വേണ്ടി തർക്കമുണ്ടാകുമ്പോ നമ്മുടെ അൻവർ രാജിവെച്ച സീറ്റല്ലേ, അപ്പൊ എന്നാ പിന്നെ അൻവറിനെ തന്നെ മത്സരിപ്പിക്കാമെന്ന് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവസാനം പറയുമെന്നും അങ്ങനെ പഴയ മുട്ടനാടിന്റെ മാതിരി ഓലെ രണ്ടാളെയും ഒഴിച്ചടിച്ച് നിലമ്പൂരിൽ മത്സരിച്ച് ഈസിയായി വീണ്ടും MLA ആകാമെന്നുമാണ് നിങ്ങൾ കരുതിയതല്ലേ കടന്നൽ രാജേ? സാരില്ല, ഇനി അങ്ങ് ബേപ്പൂരിൽ നോക്കാം. അല്ല പിന്നെ നിലമ്പൂരിലെ തിരിച്ചടി പാർട്ടി പരിശോധിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ജയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഇടത് സ്ഥാനാർത്ഥി എന്തുകൊണ്ട് തോറ്റു എന്നത് സംസ്ഥാന ജില്ലാ ഘടകങ്ങൾ പരിശോധിച്ച് വിലയിരുത്തും. അൻവർ 20,000-നടുത്ത് വോട്ട് നേടിയെന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും MA ബേബി പ്രതികരിച്ചു. ഈ നിസ്സാര കാര്യത്തിൽ ബേബിയേട്ട നിങ്ങൾ അഭിപ്രായം പറയേണ്ടിയിരുന്നോ? ഇങ്ങക്ക് ട്രംപ്, നെതന്യാഹു എന്നിങ്ങനെ ആഗോള താപന വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞാൽ പോരായിരുന്നോ?
നിങ്ങൾ ആരാണെന്നാ നിങ്ങൾ ആലോചിക്കാന്? എന്താ അപ്പോ നിങ്ങളെ വിചാരം? നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഉപതെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിന്റേതല്ല, ലീഗിന്റേതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കാനാവാത്ത വ്യക്തിത്വമായി അൻവർ മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ലീഗിനെ പറഞ്ഞത് ശിഷ്ടായി. മലപ്പുറത്തെ കുറിച്ച് നിങ്ങളെ പഴയ അഭിപ്രായം തന്നെയല്ലേ ഇപ്പോഴും? അത് മാറ്റണ്ട. പിന്നെ അൻവർ, ഓനെ അവഗണിക്കണ്ട. ആ വലിയ വ്യക്തിത്വത്തെ നാളെ എവിടെയാ എപ്പോഴാന്നൊക്കെ ആർക്കറിയാം? പ്രധാനമന്ത്രിയുടെ ദൗത്യം ഏറ്റെടുത്തുള്ള വിദേശ പര്യടനത്തിനിടെ വീണ്ടും മോദി സ്തുതിയുമായി ശശി തരൂർ. സമാനതകളില്ലാത്ത ഊർജമാണ് പ്രധാനമന്ത്രിക്കെന്നും പ്രധാനമന്ത്രിയുടെ ഊർജവും ചലനാത്മകതയും ലോകവേദികളിൽ ഇന്ത്യയുടെ സ്വത്താണെന്നും ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ പെട്ടി. തരൂർ അത് പറയേണ്ട താമസം ശശി തരൂരിന്റെ ആ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അപ്പൊ തന്നെ സാമൂഹ്യ മാധ്യമമായ എക്സിലും പങ്കുവെച്ചു. തരൂർജി എന്ന് പറയുന്നതിലേറെ ശശിയേട്ടാ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങൾ മുള്ളുമ്മേ കൂടി നടക്കാൻ തുടങ്ങിയിട്ട് കാലായല്ലോ. സുനന്ദ പുഷ്കർ എന്ന ആ ചേച്ചീന്റെ അകാല മരണം നിങ്ങളെ വല്ലാണ്ട് കൊയക്കിക്കണം. BJP-ക്കാര് പുറകെ കൂടി നിങ്ങളെ വേട്ടയാടുമ്പോ നിങ്ങളല്ല ആരായാലും ഓലെ കൂടെ കൂടി നിങ്ങൾ ഈ പറയുന്നതിലുമേറെ മോഡിയെ മാത്രമല്ല അമിട്ടിനെ പോലും പുകഴ്ത്തി പറഞ്ഞു പോകും അംബാനെ. അതുകൊണ്ട് നിങ്ങൾ മോദിയെ സ്തുതിച്ചിട്ടോ നമസ്കരിച്ചിട്ടോ എങ്ങനെയാലും കഴിച്ചിലായിക്കോളി, ഒരു കുഴപ്പമില്ല. ആക്സിയം 4 ദൗത്യസംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള സംഘമാണ് നിലയത്തിലെത്തിയത്. വൈകിട്ട് 4 മണിക്കാണ് പേടകം നിലയത്തിലെ ഹാർമണി മൊഡ്യൂളുമായി ഡോക്ക് ചെയ്തത്. 2 മണിക്കൂർ നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് സംഘം നിലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചിലവഴിക്കുന്ന അടുത്ത 14 ദിവസങ്ങളെക്കുറിച്ച് ആവേശം തോന്നുന്നുവെന്ന് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല നിലയത്തിൽ എത്തിയതിനു ശേഷം ആദ്യമായി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ലേലും ശുക്ലേട്ടാ, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങളിൽപ്പെട്ട് തല പുണ്ണാക്കുന്നതിലേറെ എത്ര നല്ലതാ വല്ല ശൂന്യാകാശത്തിലും പോയി എന്തേലും ചെയ്ത് ആവേശം കൊള്ളുന്നത്. ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്, വല്ല ശൂന്യാകാശത്തിലോടും പോയാലോന്ന്.